എന്താടാ? നിങ്ങൾക്കറിയോ ഇതിനൊക്കെ കാരണം പെരട്ടക്കളവനാ. എന്റെ അമ്മാവൻ. എനിക്ക് അപ്പോഴേ ഡൗട്ട് ഉണ്ടായിരുന്നിട്ടാ ഏതെങ്കിലും ബന്ധിച്ചിട്ടുള്ള കറുത്ത കൈ ഇതിന്റെ പിന്നിലുണ്ടാവുന്നു. എടാ, നീ ഇങ്ങനെ വെള്ളം അടിച്ച് തിളക്കല്ലേ. എല്ലാത്തിനും ഒരു ക്ഷമ വേണം. നമുക്കൊരു വഴി ഉണ്ടാക്കണം. ഇനിയിപ്പോ എന്ത് വഴിന്നാ പറയണേ? കാശ് വാങ്ങുമായിരുന്നു, നീ കാശ് കൊടുക്കായിരുന്നു. പക്ഷെ അവക്ക് ഇവനല്ലേ ഇഷ്ടം. നിങ്ങൾക്കാർക്കും ഒരു പരിഹാരം പറയാൻ പറ്റില്ലെങ്കിൽ ഞാനൊരു വഴി പറയാം. എന്ത് വഴി? നീ വഴി പറ. രാജ്, ശോഭരാജ്. ഇതാണ് സാർ യഥാർത്ഥത്തിൽ നടന്ന കഥ. ഇനി അണ്ണൻ മാത്രമേ ഞങ്ങളുടെ മുന്നിലുള്ളൂ. ഈ സാർ സാറിന് വിളിച്ചോണ്ടിട്ട് ഇപ്പൊ അണ്ണ അല്ല, ഇപ്പൊ നമ്മൾ തമ്മിൽ ഇത്ര അടുത്ത സ്ഥിതിക്ക് വേറൊരു വഴിയില്ലണ്ണ. രക്ഷിക്കണം. ആ കാശ് ഇപ്പൊ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഏത് കാശ്? മറ്റേ 5 ലക്ഷം. ആ, അതൊക്കെ അറേഞ്ച് ചെയ്യാം. ആ, എങ്കിൽ പെട്ടെന്ന് അത് എത്തിക്ക്. കല്യാണത്തിന് അവൾ കാണില്ല. വിശ്വസിക്കാവണ്ണ. ഇത് ശോഭരാജിന്റെ വാക്കാ. എല്ലാരും ഉറങ്ങിപ്പോയിന്ന്. പെണ്ണുങ്ങൾക്ക് നൈറ്റ് വർക്ക് ഉണ്ടായിരുന്നു. എന്ത് വർക്ക്? അല്ല, കല്യാണത്തിന്റെ ചെരണ്ടലും പറക്കലും ഒക്കെ. തേങ്ങ തേങ്ങ കേറി വാടകയും ജ്യൂസ് അധികം കുടിച്ച് വയറിറക്കണ്ട, ഭക്ഷണം തരും. ഇതെന്താ? ഇത് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ ലീസ്റ്റാ. ഇതിലുള്ളവരെ പിടിച്ചു കഴിഞ്ഞിട്ട് ബാക്കി സമയം ഉണ്ടെങ്കിൽ മാത്രം മറ്റുള്ള ആൾക്കാരെ പിടിച്ചാൽ മതി. ഓക്കെ. കുറച്ച് തിരക്കായി പോയി. മനു എവിടെ? ശരി ശരി. ഇത് എവിടെ ആയിരുന്നു? ആളാകെ മാറിപ്പോയല്ലോ. ആരായാലും മാറിപ്പോകില്ലേ? ശരി ശരി ശരി. അങ്ങോട്ടിരിക്കാം, അങ്ങോട്ടിരിക്കാം. നോക്കി പടാ. സുഖാണോ? ഇത് നിന്റെ മകളാ? എനിക്ക് പിറക്കാതെ പോയ കൊച്ച്. ചേട്ടന് സുഖമാണോ? എനിക്കോ? ആയിരുന്നു. വീണ്ടും നിന്റെ അനിയൻ വന്നു. ചേട്ടന്റെ കല്യാണം എന്റെയോ? നിന്റെ ഭർത്താവ് വന്നില്ലേ? വന്നു. എന്നിട്ടാ ഊള എവിടെ? അവിടെയുണ്ട്. എവിടെ? ഇതാര്? നീയാ പറഞ്ഞു ഉളഞ്ഞാനാ. ഇയാളിതെങ്ങനെ കേട്ടു? നീ ടെൻഷൻ അടിക്കലടാ, അല്ല ശരിയോ? അണ്ണാ, എന്താ വല്ല പ്രശ്നമുണ്ടാ? ഏയ്, ഒരു പ്രശ്നമില്ലടാ. അല്ല, ഇനി അവളെങ്ങനെ കയറി വരൂ? ആര് വരാനോ? അവളോ? എടാ, ശോഭാരാജ് ഏറ്റിരിക്കുന്നത്. അവളെ ഇപ്പൊ പരലോകം എത്തിക്കണം. ഇനി എങ്ങാനോള് വന്നാലോ അണ്ണാ? ശോഭരാജ് പണി ഒപ്പിച്ച് മക്കള്. അവളെ അയാള് പൊക്കി. ഇങ്ങനെ അയ്യോ പത്തോന്ന് അലറി കഴിഞ്ഞിട്ട് വെറുതെ BP കൂട്ടാൻ നിൽക്കണ്ട. അസുഖം എന്നത് അറിഞ്ഞ് ചിന്തിക്ക്. ആർക്കെങ്കിലും ആലോചിച്ച് BP കൂട്ടാൻ പറ്റുമോ? ഈ വേട്ടാവളിന് എന്നായി പറയുന്നത്? മനസ്സിലായി? പോയില്ലേ? മനസ്സിലായി? സെറ്റായില്ലേ?
കരയല്ല അമ്മ. ഏതാണ് മഞ്ഞപ്പൂർക്ക്? ഇനി എനിക്ക് പോലീസും പട്ടാളവും പറ്റില്ല. ഇങ്ങനെ ഇവിടെ ഇരി. ഇതെവിടെ പോവാ? ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്ന കണ്ടില്ലേ? ഞാനിന്ന് പോയിട്ട് വരാം കേട്ടോ. ശരി. ഇനി ലാത്തി കയറാൻ പറ്റില്ലേ? ഫുഡടിക്കാൻ വേണ്ടി മാത്രം വന്നതാ. അതില്ലെന്നറിഞ്ഞപ്പോ വിട്ടു പോവുക. നമുക്ക് കഴിച്ചിട്ട് പോയാൽ മതി. എന്നാൽ ഈ കുട്ടി എവിടെ പോയെന്നാ? അതിന് വല്ല കോളും വന്ന് കാണുന്നേ. നിങ്ങൾ പേടിക്കണ്ട, 2 മണിക്കൂർ തിരിച്ചു വന്നോളൂ. കോളെന്ന് പറയുമ്പോ കോള് ഇത് രാത്രി ഞാൻ കണ്ടായിരുന്നു. കോൾ ചെയ്യണത് പനിക്കോളല്ല, മറ്റേ കാമുകനെ കോൾ ചെയ്യണം. ചിലപ്പോ കാമുമാര് കാണും. ഇപ്പത്തെ പെമ്പിള്ള ട്രെൻഡ് എങ്ങനെയാ? ഒരുത്തനെ പ്രേമിക്കും, വേറെ ഒരുത്തനെ കല്യാണം കഴിക്കും. ഞങ്ങള് പാവപ്പെട്ട കാവുമാരുടെ അവസ്ഥ. നിനക്ക് ഇനിയും മതിയായില്ലല്ലടാ. നിനക്ക് ഇനിയും മതിയായില്ലല്ലേടാ. അതിനിടയ്ക്ക് വേണ്ട, ഇനി ഇതിനെ ചൊല്ലി ആരും ഇവിടെ വഴിക്കിടണ്ട. എന്ത് കാര്യമായിട്ട് ഞാൻ അവളെ നോക്കിയെന്നറിയോ? എന്നോട് അവൾ ഈ ചതി ചെയ്തത്. ഓട്ടടാ, അവളല്ലേ അവിടെ കുഞ്ഞമ്മ. അതെങ്ങനെ ശരിയാവും? പ്രായം ഒരിക്കലും മാച്ച് ആവൂല. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, എന്റെ കയ്യിലുണ്ട്, ഞാൻ ശരിയാക്കി തരാന്ന്. കല്യാണം ഒന്ന്. ആരൊക്കെ അടിക്കുന്ന കാര്യ പറയുന്നേ? എല്ലാം എന്റെ അളിയുടെ നല്ല മനസ്സിന്റെയാ. തിരിച്ചു വന്നോ? എന്താ പറ്റിയത്? നീ എവിടായിരുന്നു? അത് ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചു എന്നറിയോ? അതമ്മേ, എന്താന്നൊന്ന് പറയുമോളെ? അത് അച്ഛാ, അമ്മ എന്താ സംഭവിച്ചെന്ന് വെച്ചാ, ഞാൻ അമ്പലത്തിൽ തൊഴാൻ പോയതായിരുന്നു. അവിടെയാണെങ്കിൽ തിരക്കോട് തിരക്ക്. എങ്ങനെയോ രക്ഷപ്പെട്ട് ഓടി വന്നതാ അമ്മ. ഞാൻ പറഞ്ഞില്ലേ 2 മണിക്കൂർ കഴിയുമ്പോ കൊച്ചു പ്ലക്കോ എന്ന് പറഞ്ഞു വരുമെന്ന്. ഇനി പാവന്ന് പറഞ്ഞ് നിൽക്കാൻ സമയമില്ല. മുഹൂർത്തത്തിന് സമയമായി. സോറി അമ്മ. അച്ഛൻ ഞാൻ പോയി റെഡി ആയിട്ട് വരാം. അതെ, നിങ്ങൾ ഒന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളെ കുഞ്ഞമ്മനെ കൊണ്ട് കെട്ടിക്കാനുള്ള പരിപാടിയായിരുന്നു ഇവിടെ. എന്താടാ നിനക്ക്? വന്നു. എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ബിൽഡപ്പ്? കൊല്ലും, അവളെ പിടിച്ചങ്ങ് തിന്നും. ശോഭരാജ് ഇപ്പോൾ കെട്ടണ ഗതികേട് എനിക്ക് വന്നില്ലേ? ഇനി ഈ ലാസ്റ്റ് നിമിഷം ഞാൻ എന്ത് ചെയ്യാനാ? നീ ഒന്നും ചെയ്യണ്ട. എന്റെ കഴുത്തിൽ താലി കെട്ടിയാൽ മാത്രം മതി. നീയൊക്കെ കൂടിയാണ് അയാളെ അയച്ചതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇപ്പൊ എന്തായി? 5 ലക്ഷം പോവുകയും ചെയ്തു, കാര്യമായിട്ടും നടന്നതുമില്ല. ഡാ, നീ എന്ത് വിചാരിച്ചു? ഒരു ഗുണ്ടയെ കൊണ്ട് എന്നെ ഒതുക്കാന്നോ? ഇതേ പെണ്ണ് വേറെ. നിന്റെ ഈ ജന്മത്തിൽ നിനക്കൊരു പെണ്ണുണ്ടെങ്കിൽ അത് ഞാനാ. അതുകൊണ്ട് ഇതൊക്കെ ഏറ്റു പൊരുത്തപ്പെടുന്നതാ നിനക്ക് നല്ലത്, കേട്ടോ? അയ്യോ, മുഹൂർത്തത്തിന് സമയായി. ഞാൻ പോയി സുന്ദരമായിട്ട് വരട്ടെ ചേട്ടാ. പോട്ടെ ചേട്ടാ. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, അവിടുന്ന് എങ്ങനെ രക്ഷപ്പെട്ടെ?